കോഴിക്കോട് കൊടുവള്ളിയിൽ കളിപ്പാട്ടക്കടയിൽ വൻ കവർച്ച. വില്ലേജ് സൈക്കിൾ ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് എന്ന സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. 65,000 രൂപയോളം വില വരുന്ന ടോയ്സാണ് മോഷണം പോയത്. മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊടുവള്ളി പോലീസ്. കോഴിക്കോട് കൊടുവള്ളിയിലെ നെല്ലാംകണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ടോയ്സ് ഷോപ്പാണിത്. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ വിൽക്കുന്ന വളരെ തിരക്കുള്ള ഒരു കടയുമാണിത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30-ക്കാണ് ഇവിടെ മോഷണം നടക്കുന്നത്. അതായത് എല്ലാ ദിവസവും കട വൈകുന്നേരം വരെ പ്രവർത്തിച്ച് പൂട്ടിപ്പോയതായിരുന്നു കടയുടമയായിട്ടുള്ള ഷംസുദ്ദീൻ. പുലർച്ചെ 1:30 മണിക്ക് മോഷ്ടാവെത്തി ആദ്യം ചെയ്തത് ഈ കടയ്ക്ക് മുൻപിലുണ്ടായിരുന്ന CCTV തിരിച്ചു വെച്ചു. അതായത് ഈ CCTVയുടെ ദൃശ്യം നേരെ പതിയുന്നത് സാധാരണഗതിയിൽ ഈ കടയുടെ മുൻവശത്തേക്കാണ്. ആര് തന്നെ കടയിലേക്ക് പ്രവേശിച്ചാലും കൃത്യമായി CCTVയിൽ പതിയുമായിരുന്നു. ആദ്യം തന്നെ ഈ CCTV മറ്റൊരു ഭാഗത്തേക്ക് മോഷ്ടാവ് തിരിച്ചു വെച്ചു. ഈ കടയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു ഗ്ലാസിൻ്റെ ഡോറാണ്. ആ ഗ്ലാസിൻ്റെ ഡോറിൽ തന്നെ ഒരു ലോക്കുമുണ്ട്. ആ ലോക്ക് വളരെ സമർത്ഥമായി മോഷ്ടാവ് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം അകത്ത് കയറുകയും ചെയ്തു. 65,000 രൂപയോളം വില വരുന്ന കളിപ്പാട്ടങ്ങൾ അവിടെ നിന്ന് ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. അത് തന്നെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടറുകളും കാറുകളും ഒക്കെയാണ്. അത് വലിയ വിലപിടിപ്പുള്ളതാണ്. അതടക്കമുള്ളവയാണ് ഈ മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം വളരെ സമർത്ഥമായി ഒരു CCTVയിലും പെടാതെ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റിൻ്റെ ആൾക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞ അന്വേഷണത്തിലാണ് 2-3 ഇലക്ട്രിക് വണ്ടികളാണ് പോയത്. വലിയ വണ്ടികൾ നോക്കി മാത്രമാണ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അവിടെ ഗ്ലാസിൻ്റെ തുറന്നിട്ട് അതന്നെ എടുത്തു പോയത്. ഇന്ന് രാവിലെ കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനയൊക്കെ നടത്തി. ഈ കടയിലുണ്ടായിരുന്ന CCTVയിൽ നിന്ന് ഒരു ദൃശ്യവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യങ്ങളാണ് അതിനകത്ത് പതിഞ്ഞത് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഈ കള്ളനെ പിടിക്കാൻ ഇപ്പോൾ മറ്റു കടകളിലെ CCTV ദൃശ്യങ്ങൾ കൂടെ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. സമീപത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സമയം പുലർച്ചെ 1:30 മണി എന്ന് പറയുന്ന ആ സമയത്ത് വന്ന മുഴുവൻ ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. ആ കടയുടമയ്ക്ക് വലിയ നഷ്ടമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൊടുവള്ളി പോലീസ് ഈ കാര്യം കൃത്യമായി തന്നെ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.